ചില പാട്ടുകൾ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഹിറ്റാവുക അല്ലേ? ചില പാട്ടുകൾ പാട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഹിറ്റാവും. പക്ഷെ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഹിറ്റായ ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഞാനോ രാവോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, അതാണ് എടുക്കുന്നത് കേട്ടോ. അത് ഫുള്ളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഒരുപാട് പേര് അത് കവറായിട്ട് ചെയ്തിടുന്നുണ്ട്. അതിൽ കുറച്ച് ലൈൻസ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിടാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊന്നും എടുത്തു തരികയാണ്. കുറഞ്ഞ ലൈൻസ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് പഠിക്കുക. നിങ്ങളെല്ലാവരും തന്നെ പാടി നോക്കിയിട്ട് ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രസമുള്ള പാട്ടല്ലേ. ഇപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ പലർക്കും തോന്നാറുണ്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ പാടിയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നാറുണ്ട്. പക്ഷെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് കേട്ട് പഠിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് ലൈൻ നോക്കി നോക്കാം. എന്നാണ് കേട്ടോ. ഒന്ന് കൊണ്ടുപോകണം. അവിടെ ശ്രദ്ധിക്കും. അവിടെ ജസ്റ്റ് ഫ്ലോ ആയിട്ട് പോയിട്ട് ഒറ്റ വെട്ടിക്കലുണ്ട് അവിടെ. അത് ശ്രദ്ധിച്ച് പാടണേ. കണ്ടോ? നോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിച്ചു കൊണ്ടുവരണം. ഞാ എന്നുള്ളത് ഒന്ന് എന്താ പറയുക, നമ്മൾ ഒന്ന് ലയിച്ച് പോകണം. അവിടെ എന്ന് കൊണ്ടുപോകണം കേട്ടോ. പ്ലെയിൻ അല്ലാതെ എന്നാണ് പാടുന്നത്. അതേപോലെ തന്നെ ആ ഞാ പാടിയ അതേപോലെ തന്നെ രാ എന്നുള്ള അക്ഷരം നമ്മൾ പാടണം. പോ എന്നുള്ളത് വ്യത്യാസം വരുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് പാടുന്നത്? അങ്ങനെ താഴേക്ക് ജസ്റ്റ് നോട്ട് ഇറങ്ങുന്നുണ്ട്. ഉണ്ടോ? രണ്ടും ഒരേപോലെയല്ല പാടുന്നത്, വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്ന് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷെ രാവോ പാടുമ്പോൾ ഉണ്ടോ? അവിടെ ജസ്റ്റ് നോട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അത് രണ്ടും ശ്രദ്ധിച്ച് തന്നെ പാടണം കേട്ടോ. എന്നാണ് എന്നാണ് എടുക്കുന്നത്. അവിടെ അവിടെ ഒരു കുഞ്ഞി സംഗതി കൊടുക്കുന്നുണ്ട്. അതും ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഇതിനകത്തൊക്കെ കുഞ്ഞു സംഗതികളുണ്ട്. അത് നിങ്ങൾ കെയർലെസ് ആയിട്ട് വിടരുത്. അതെല്ലാം ക്ലിയർ ആയിട്ട് പാടിയാലേ ആ പാട്ടിൻ്റെ അത്രയുള്ള ഭംഗി ഇങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നാണ് വന്നു. അവിടെ വന്നു എന്നുള്ളതും ജസ്റ്റ് മുകളിലേക്ക് കയറുന്നുണ്ട്. ശ്രദ്ധിക്കാം. വന്നു എന്നവിടെ കയറുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ച് പാടുക. ഓക്കെ, അവിടെ സസ്റ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് വന്നു അവിടെ കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത വരി നോക്കിയേ, അതേപോലെ തന്നെയാണ് പാടുന്നത്. ശ്രദ്ധിച്ച്. മനസ്സിലായോ? എന്നാണ് എന്നാണേ. ജസ്റ്റ് താഴേക്ക് ഇടുന്നുണ്ട്. എന്നിട്ടാണ് അടുത്തത് പാടുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ദഗലെ എന്നൊക്കെ പാടുന്നത്. അകലെ കാത്തു എന്നാണ് നമ്മൾ മുറിച്ച് പാടുമ്പോൾ വരിക. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ പാടിത്തരുന്നതെന്നുള്ളൂ കേട്ടോ. കണ്ട? അപ്പോൾ ഓക്കെ. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറുന്നുണ്ട്. നിന്നു എന്നുള്ളത് നിന്നു എന്ന് അവിടെ കയറുന്നുണ്ട്. അതും
അവിടെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക വേണം. അപ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഒരു കാറ്റായി മഴയായി, ഒരു കാറ്റായി, ഒരു കാറ്റായി, കാറ്റായി മഴയായി, മഴയായി. ഓക്കെ, മഴയായി. ഇങ്ങനെ ചെറിയ ചെറിയ നോട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് പാടണേ. ഒരു കാറ്റായി മഴയായി, കിളിവാതിലിൽ വന്നു, കിളിവാതിലിൽ, കിളിവാതിലിൽ വന്നു, ചാരേ നിന്നെ, ചാരേ എന്നാണ് കേട്ടോ. ചാരേ നിന്നെ, നിന്നെ. ഓക്കെ, ചാരേ നിന്നെ കൺപാർക്കുവാൻ. ഓക്കെ, മനസ്സിലായോ? കൺപാർക്കുവാൻ, കൺപാർക്കുവാൻ. അവിടെയൊക്കെ ചെറിയ ചെറിയ നോട്ടുകളുണ്ട്, ഒക്കെ ശ്രദ്ധിച്ച് പാടണേ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറയണം, ഇങ്ങനൊരു ചാനലുണ്ട്, നമുക്ക് പാട്ടൊക്കെ പഠിക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വരി നോക്കാം. അടുത്ത വരുന്നത് കണ്ണനേ കരിമുകിലമ്പരനേ എന്നാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ സ്റ്റൈലും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് കണ്ണനേ, കണ്ണനേ കരിമുകി, കരിമുകിലമ്പര, ലംബര എന്നാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ പാടിയെടുക്കാനും കൂടെ നോക്കണം. കണ്ണനേ കരിമുകിലമ്പരനേ. കണ്ടോ, ഈ സാധനമൊക്കെ അത് കറക്റ്റായിട്ട് വരണം. കണ്ണനേ കരിമുകിലമ്പരനേ, ഈ സാധനം കേട്ടോ. അപ്പോൾ ആ സംഗതികളൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പാടാൻ വേണ്ടി നോക്കണം. ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ണനേ കരിമുകിലമ്പരനേ മധുരാമൃത. അവിടെയുള്ള സംഗതി ശ്രദ്ധിച്ചേ. മധുരാമൃത, മധുര, മധുരാമൃത. ഓക്കെ, മധുരാമൃത മുരളി, മുരളീരവ, മുരളീരവ എന്നാണേ. അവിടെയും ആ മധുര, ആ സംഗതി കൊണ്ടുവരണം. മധുരാമൃത മുരളീരവ, ലീ, ലീ, ആ സംഗതി ഒക്കെ കറക്റ്റായിട്ട് പാടാൻ വേണ്ടി നോക്കണം. മുരളീരവ മഴയോടെ, മഴയോടെ അണയു നീ. ഓക്കെ, മഴയോടെ അണയു, അണയു നീ എന്നാണ്. അണയു നീ, അവിടെയാണ് നമ്മളെ വോയിസ് എത്തേണ്ടത്. ഓക്കെ, കണ്ണനേ കരിമുകിലമ്പരനേ മധുരാമൃത മുരളീരവ മഴയോടെ അണയു നീ, കണ്ണനേ കരിമുകിലമ്പരനേ. ഇങ്ങനെയാണ് പാടുന്നത്. പിന്നെ വരുന്നത് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നീലാംബുജ എന്നുള്ളത് നമ്മൾ ടോപ്പിലേക്ക് കയറുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അത്ര ടോപ്പിൽ പോകുന്നില്ലല്ലോ, രണ്ടാമത് പാടുമ്പോൾ കുറച്ച് ടോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ശ്രദ്ധിച്ചേ. മധുരാമൃത മുരളീധര നീലാംബുജ, നീലാംബുജ എന്നാണ്. അത്രയും ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവിടെ ഒരു സംഗതിയും കൊടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് വരുന്നത്. നീലാ, നീലാംബുജ എന്ന് തന്നെ പാടണം. അത് കുറേ തവണ പാടി നോക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടുകയുള്ളൂ. നീലാംബുജ നയനനേ, നയനനേ എന്നാണ്. മനസ്സിലായോ? മധുരാമൃത മുരളീരവ നീലാംബുജ നയനനേ എന്നാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് കൂടുതലായിട്ടും എല്ലാവരും പാടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭാഗം നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. എനിക്കറിയാം ഒരുപാട് ആളുകൾക്ക് പാട്ട് ഇഷ്ടമാണ്, ആഗ്രഹമുണ്ട് പാടാൻ എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഭാഗം നിങ്ങൾക്ക് പാടി തന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും കേട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.